ഹലോ എവരിവൺ, മലയാളം മീഡിയ ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബോക്സ് ഓഫീസിൽ കോളിവുഡും ബോളിവുഡും എല്ലാം വീണപ്പോഴും മോളിവുഡിന് 2024 ഗംഭീര തുടക്കം തന്നെയായിരുന്നു സമ്മാനിച്ചത്. ഒരുപിടി നല്ല ചിത്രങ്ങളാണ് 2024ന്റെ തുടക്കം മുതൽ തിയേറ്ററിലെത്തിയത്. അതിൽ 100 കോടി ക്ലബിൽ കയറിയ ചിത്രങ്ങളുമുണ്ട്. അതിൽ മലയാളത്തിന്റെ താരരാജാക്കന്മാരായ മമ്മൂട്ടിയും മോഹൻലാലുമല്ല, യുവതാരങ്ങളാണ് ഇടം പിടിച്ചതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതിനാൽ തന്നെ മലയാള സിനിമയ്ക്ക് ഇത് യുവതാരങ്ങളുടെ സുവർണഘട്ടമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇന്ന് മലയാളം സിനിമയിലെ യുവതാരങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് നസ്ലിൻ, മാത്യു തോമസ്, മമിത ബൈജു, അനശ്വര രാജൻ എന്നിവരാണ്. ബാലതാരങ്ങളായി മലയാള സിനിമാ ലോകത്തെത്തിയ 4 പേരും ഇന്ന് അറിയപ്പെടുന്ന നായകന്മാരും നായികയുമാണ്. അതിനാൽ തന്നെ ഇവരിൽ മികച്ചതാരെന്ന ചോദ്യം ഉയർന്നാൽ വല്ലാണ്ട് കുഴയും. കാരണം ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് 4 പേരായാലും തങ്ങളുടെ സിനിമയിൽ കാഴ്ചവെക്കുന്നത്. ആദ്യം മാത്യു തോമസ് നായകനായ സിനിമയിൽ സഹതാരമായിരുന്നു നസ്ലിൻ. എന്നാൽ ഇന്ന് 100 കോടിയിൽ കയറിയ സിനിമയിലെ നായകനായി നസ്ലിൻ മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അനശ്വര രാജൻ നായികയായ സിനിമയിൽ സഹതാരമായി മമിത ബൈജു അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നായക നിരയിൽ മുന്നിലാണ് മമിതയുടെ സ്ഥാനം. കോളിവുഡിൽ വരെ അരങ്ങേറ്റം കുറിച്ച മമിത അടുത്ത് അഭിനയിക്കാൻ പോകുന്ന ചിത്രം സാക്ഷാൽ ഇളയ ദളപതി വിജയ്ക്കൊപ്പമാണ്. അതെ, വിജയുടെ അവസാന ചിത്രം എന്ന് കരുതുന്ന ദളപതി 69-ൽ മലയാളത്തിന്റെ സ്വന്തം മമിതയും അഭിനയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിന്റെ പൂജയുടെ ചടങ്ങുകളെല്ലാം നടന്നത്. അതിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അതേസമയം മാത്യു തോമസ് വിജയുടെ ലിയോയിൽ വിജയുടെ മകനായി അഭിനയിച്ചിരുന്നു. മികച്ച അഭിപ്രായമായിരുന്നു ചിത്രത്തിലെ താരത്തിന്റെ പ്രകടനത്തിനും ലഭിച്ചത്. എന്നാൽ അനശ്വര തന്നെ അഭിനയ മികവിലൂടെ മികച്ച അഭിപ്രായം നേടുന്ന ഒരു താരമാണ്. അത്തരത്തിൽ മോഹൻലാലിന്റെ കൂടെ നേരെന്ന സിനിമയിലെ അഭിനയത്തിന് അനശ്വരയ്ക്ക് മികച്ച പ്രശംസ തന്നെയായിരുന്നു ലഭിച്ചത്. അതിനാൽ തന്നെ ഈ അഭിനയത്തിൽ ഇതിൽ ആരാണ് മുന്നിലെന്ന് പറയുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ ഇവരിൽ ആരാണ് മുന്നിലെന്ന് നമുക്ക് നോക്കാം. ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന്റെ കണക്കെടുത്താൽ 2.2 മില്യൺ ഫോളോവേഴ്സ് ആണ് നസ്ലിനുള്ളത്. മാത്യുവിന് 495K ഫോളോവേഴ്സും അനശ്വരയ്ക്ക് 1.7 മില്യൺ ഫോളോവേഴ്സും മമിതയ്ക്ക് 3.6 മില്യൺ ഫോളോവേഴ്സും ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന്റെ കണക്കിലെടുത്താൽ ഇവരിൽ ഏറ്റവും മുന്നിൽ മമിത ബൈജുവാണ്. മമിതയ്ക്ക് തൊട്ടു പിന്നിൽ നസ്ലിനും അനശ്വരയും മാത്യുവുമുണ്ട്. അതേസമയം 769 പേരെ ഫോളോ ചെയ്യുന്ന മമിത അനശ്വരയെയും മാത്യുവിനെയും നസ്ലിനെയും ഫോളോ ചെയ്യുന്നുണ്ട്. 287 പേരെ ഫോളോ ചെയ്യുന്ന അനശ്വര മമിതയെയും നസ്ലിനെയും മാത്യുവിനെയും ഫോളോ ചെയ്യുന്നുമുണ്ട്. 1125 പേരെ നസ്ലിനും 1764 പേരെ മാത്യുവും ഫോളോ ചെയ്യുന്നു. അതേസമയം മാത്യു തോമസിന്റെ കപ്പ് എന്ന സിനിമയാണ് ഏറ്റവും ഒടുവിൽ പ്രദർശനത്തിനെത്തിയ സിനിമ. തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ആലപ്പുഴ ജിംഖാന എന്ന ചിത്രമാണ് നസ്ലിന്റേതായി വരാനിരിക്കുന്ന ചിത്രം. ബോക്സിംഗ് പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ വൻ വൈറലായിരുന്നു. 6 പാക്കിലുള്ള നസ്ലിനെയാണ് പോസ്റ്ററിൽ കാണാൻ സാധിച്ചത്. എന്തായാലും നസ്ലിൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഒരു വേറിട്ട കഥാപാത്രം തന്നെയായിരിക്കും ആലപ്പുഴ ജിംഖാനയിലേത്. അതേസമയം നസ്ലിനും മമിതയും ഒന്നിച്ചെത്തിയ പ്രേമലു എന്ന സിനിമ വൻ ഹിറ്റായിരുന്നു. കൂടാതെ ചിത്രം 100 കോടി ക്ലബിൽ കയറുകയും ചെയ്തു. ഇപ്പോൾ ചിത്രത്തിന്റെ 2ാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ഇങ്ങനെ അഭിനയിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന 4 പേരും ഭാവിയിൽ താരപദവികളിലേക്ക് ഉയരുന്ന പ്രതീക്ഷയും ആരാധകർ പങ്കുവയ്ക്കുന്നു.